ഇതൊരു പുതിയ കഥയാണ്. ഈ കഥയുടെ പേര് യോനി പൂജ എന്നാണ്. ഞാൻ കോളേജ് അധ്യാപകനായി ആദ്യമായിട്ട് ഒരു ക്ലാസ്സിൽ പോവുക. അപ്പോൾ ആ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പഠിപ്പിച്ചിരുന്നു. അയാൾ പഠിപ്പിച്ചിരുന്നത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചായിരുന്നു. അയാൾ ട്രാൻസ്ഫറായിപ്പോയി. ട്രാൻസ്ഫർ പോയ ശേഷം അയാൾ പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് പഠിപ്പിക്കാനുള്ളത്. അത് പ്രീ ഡിഗ്രി ക്ലാസ്സാണ്. പ്രീ ഡിഗ്രി ക്ലാസ് അന്നത്തെ പ്രീ ഡിഗ്രി ക്ലാസ്സിലേക്ക് ഒരു 10, 80, 90 കുട്ടികളുള്ളത്. ഒരു 2 നേരം മുഴുവൻ പെൺകുട്ടികളും 1 നേരം ആൺകുട്ടികളുള്ളത്. പക്ഷെ അവരെ മേയ്ക്കാൻ തന്നെ വലിയ പാടാണ്. ഞാനാണെങ്കിൽ പുതിയതായിട്ട് കോളേജിൽ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അത് ഞാൻ വകവെക്കാതെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സൈന്ധവ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ സൈന്ധവ സംസ്കാരം തന്നെയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പേര് തന്നെ അത് ഇന്ത്യൻ സംസ്കാരം എന്നും മാറ്റേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ കുഴിച്ചെടുത്ത ഖനനം ചെയ്തെടുത്ത അവശിഷ്ടങ്ങൾ മുഴുവൻ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ആ കാലത്തെ ഒരു വികസിത രാഷ്ട്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണപ്പെടുന്നത്. അവിടെ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു, നല്ല വീടുകൾ പണിതിരുന്നു, പബ്ലിക് ബാത്തുകളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സംഗതികളും അവിടെ ഉണ്ടായിരുന്നു. ഒരു വളർച്ചയെത്തിയൊരു പട്ടണത്തിൻ്റെ എല്ലാ സംഗതികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പോയിൻ്റിൽ അത് അയാൾ മറ്റേ പോയ സാർ പഠിപ്പിച്ച് അത്രയും ഭാഗം കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു ഭാഗത്തിലോട്ട് വരിക. ഈ സൈന്ധവ സംസ്കാരത്തിലെ വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, അതുപോലെ ആരാധനാക്രമം. അപ്പോൾ ആരാധനാക്രമം പറയുന്ന സമയത്ത് അവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു. ശിവലിംഗത്തിൻ്റെ ആരാധന ഉണ്ടായിരുന്നു. ശിവലിംഗം പൂജിച്ച് ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അതേ ശിവലിംഗത്തിൻ്റെ മാതൃകയില്ല. ആ ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ റഫായിരിക്കും, ഒരു അപരാകൃതമായിരിക്കുമെങ്കിൽ ശിവലിംഗ ആരാധന അവിടെ ഉണ്ടായിരുന്നു, നമ്മളെന്ന് കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഓരോ പല കുട്ടികളും ചോദിക്കും മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ മനസ്സിലായ സ്ഥലം ഞങ്ങൾ ശിവലിംഗം കണ്ടല്ലോ കുട്ടികൾ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലോട്ട് വന്ന് യോനി പൂജ, അമ്മ ദൈവത്തിൻ്റെ യോനി പൂജ ആ കാലഘട്ടത്തിലെ സൈന്ധവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഈ പിള്ളേരെല്ലാം ഇത് ചിരിക്കുന്നുണ്ട്, യോനി പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ആ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല. ആ കാലത്ത് അത് ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഒരു സാറ് കയറി യോനി പൂജയെക്കുറിച്ച് പറയും. അങ്ങനെ ഞാൻ പിള്ളേരൊക്കെ ചോദിച്ചു മനസ്സിലായി, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. മനസ്സിലായെന്ന് കുട്ടികൾ ചോദിച്ചു. കുട്ടികളെല്ലാം മനസ്സിലായെന്ന് പറയുന്നു. ഫ്രണ്ടിലിരിക്കുന്നൊരു കുട്ടി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല സാറെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് കാര്യങ്ങളൊക്കെ സൈന്ധവ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ, ശിവലിംഗം കണ്ടറിഞ്ഞ ശിവലിംഗ ആരാധന അതൊക്കെ അറിയാം, അതൊക്കെ ശരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ദൈവത്തിൻ്റെ യോനിയാണ് യോനി പൂജ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ സാർ? എനിക്കറിയാം മനസ്സിലായില്ല ഇതിൽ. അങ്ങനെ പലതവണ കുട്ടികളെല്ലാം മുഴുവൻ കുട്ടികളും 10-90 പിള്ളേരിൽ ചിരിയോട് ചിരിയാണ്, ബഹളം തന്നെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിലെ ആളുകളും വന്ന് ചോദിക്കും ഇതെന്താ ഈ പിള്ളേർ ബഹളമാണ്. നമുക്ക് കൺട്രോൾ ചെയ്തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവസാനം കുട്ടിയെ പറഞ്ഞ് കുട്ടി വീട്ടിൽ പോയിട്ട് കുട്ടിയുടെ അമ്മയോട് ചോദിക്കണം യോനി പൂജ എന്താണ്, യോനി എന്താണ്. അമ്മ പറഞ്ഞതല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞുതരാം, നാളെ കുട്ടി വരാം. പിറ്റേ ദിവസം രാവിലെ കുട്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലായെന്ന് ചോദിച്ചു. മനസ്സിലായി സാറേ.